റെഡി ടു കുക്ക് പാക്കറ്റ് ഭക്ഷണങ്ങൾ ഇന്ന് 80% മലയാളികളും വാങ്ങുന്ന ഭക്ഷണ വിഭവങ്ങളാണിത്. ഇതിൽ പ്രധാനിയാണ് റെഡി ടു കുക്ക് പാക്കറ്റ് ചപ്പാത്തി. എന്നാൽ ഈ പാക്കറ്റ് ചപ്പാത്തിയിലെ ചേരുവകൾ അത്ര സുഖകരമല്ല, ആരോഗ്യകരമല്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തടി കുറയ്ക്കാൻ വാങ്ങുന്ന ചപ്പാത്തി പിന്നെ തടിയൊക്കെ കൂട്ടി കൊളസ്ട്രോളും സ്ട്രോക്കും കരൾ രോഗങ്ങളും അനുബന്ധ രോഗങ്ങളും അടക്കം തന്നാണ് പോകുന്നത്. പ്രമേഹ രോഗികളടക്കം അരിഭക്ഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന റെഡി ടു കുക്ക് പാക്കറ്റ് ചപ്പാത്തിയിലെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാക്കറ്റ് ചപ്പാത്തി കൂടുതൽ കാലം കേടാകാതെ ഇരിക്കാൻ ചില കെമിക്കലുകൾ ചേർക്കുന്നുണ്ട്. സോഡിയം ബെൻസോയേറ്റ്, സോഡിയം പ്രൊപ്പോണേറ്റ്, കാൽസ്യം പ്രൊപ്പോണേറ്റ്, ബെൻസോയിക് ആസിഡ് തുടങ്ങിയ പല കെമിക്കലുകളും ഇതിൽ ചേർക്കുന്നുണ്ട്. ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരം ചേർക്കാൻ സാധിക്കുന്ന ഒന്ന് സോർബിക് ആസിഡാണ്. മറ്റുള്ളവ അനുവദനീയമല്ലാതെ ചേർക്കുന്നു എന്നർത്ഥം. എന്നാൽ ഈ സോർബിക് ആസിഡ് തന്നെ ചേർത്തുണ്ടാക്കുന്ന ചപ്പാത്തി ഏറിയാൽ 15 ദിവസം വരെ മാത്രമേ കേടാകാതെ ഇരിക്കൂ. ഇവ ഓരോന്നും ഓരോ രീതിയിൽ പൊതിഞ്ഞു വയ്ക്കുകയും ഫ്രിഡ്ജിൽ വയ്ക്കുകയും വേണം. എന്നാലാണ് ഈ 15 ദിവസം കേടാകാതെ ഇരിക്കുക. എന്നാൽ നമുക്ക് ലഭ്യമാകുന്ന ചപ്പാത്തികൾ പലതും കൂടുതൽ ദിവസങ്ങളിലൊക്കെ കേടാകാതെ ഇരിക്കാറുണ്ട്. ഇത് പലതരത്തിലുള്ള കെമിക്കൽ, നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും സുരക്ഷിതമല്ലാത്ത കെമിക്കൽ ചേർത്തിട്ടുള്ളതാണ്. മാത്രമല്ല ചപ്പാത്തിയിൽ ഈസ്റ്റ്, പൂപ്പൽ എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഇതുകൊണ്ട് തന്നെ ഈ കോളി, സാൽമണല്ല തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാക്കുന്ന പല ബാക്ടീരിയകളും ഇതിലുണ്ടാകുന്നു. ഒരു തരത്തിൽ വയർ സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം ഇവയെല്ലാം വഴിയൊരുക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഒരുപക്ഷെ ഇത് ഉപയോഗിക്കുന്നവർ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കാം. മാത്രമല്ല ഇത്തരം ചപ്പാത്തി തയ്യാറാക്കുമ്പോൾ ഇത് മൃദുവാകാൻ പല വസ്തുക്കളും ഇതിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പാക്കറ്റ് ചപ്പാത്തികൾ നല്ലതുപോലെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ പൊങ്ങി വരുന്നതും മൃദുവാകുന്നതുമെല്ലാം. ഇതിനായി മാവിൽ ബേക്കിംഗ് സോഡ, ഹൈഡ്രോജനേറ്റ് ഫാറ്റ് എന്നിവയൊക്കെ ചേർക്കുന്നുണ്ട്. ഇതൊന്നും ആരോഗ്യത്തിന് ഗുണകരമല്ല. ഇവ തടി കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിലും തടി കൂട്ടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നു. ബോണസായി ടൈപ്പ് 2 പ്രമേഹം പോലും നൽകുന്നുണ്ട്. സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങൾക്കും ഇവ കാരണമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം ചില ചപ്പാത്തികളിൽ കാൽസ്യം പ്രൊപ്പോണേറ്റ് ചേർക്കും. ഇത് വയറിന്റെ ലൈനിങ്ങിനെ ബാധിക്കുന്ന ഒന്നാണ്. ഗ്യാസ്ട്രൈറ്റിസ്, അൾസർ തുടങ്ങിയ പല രോഗങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട്. ഇതിൽ ചേർക്കുന്ന സോഡിയം പ്രൊപ്പോണേറ്റ് എന്ന ഒന്ന് വയറിന് അസ്വസ്ഥത, ഗ്യാസ്, മനം പുരട്ടൽ തുടങ്ങിയ അവസ്ഥകളും ഉണ്ടാക്കുന്നു. ഇവയിൽ അനുവദിച്ചിരിക്കുന്ന ബെൻസോയിക് ആസിഡ് പോലും അല്പ ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ കണ്ണിന് അസ്വസ്ഥത, ആസ്മ, ചർമ്മത്തിന് അലർജി തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ലിവർ ആരോഗ്യത്തിനും നല്ലതല്ല. ചുരുക്കി പറഞ്ഞാൽ ചപ്പാത്തി കഴിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങൾ ഇത്തരം പാക്കറ്റ് ചപ്പാത്തികളിൽ നിന്നും ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല ദോഷം വരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാത്രമാണ്.